മരണത്തിലേക്ക് നയിച്ചത് എന്താണ് എന്നുള്ള വലിയ ചോദ്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഭർത്താവ് സതീഷ് അതുല്യ അതിക്രൂരമായി ഉപദ്രവിച്ചിരുന്നു എന്ന് അതുല്യയുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്. ബന്ധുക്കൾ തന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാമെന്ന് കരുതുകയാണ്. ഏതായാലും വിവാഹശേഷം ഷാർജയിലേക്ക് എത്തിയ യുവതിയാണ്. ഭർത്താവിൽ നിന്ന് നേരിട്ട പീഡനത്തെ തുടർന്നാണ് മരണമെന്നാണ് വിവരം. ചില ദൃശ്യങ്ങൾ കാണാം. ഞാനും അവളും കൂടെ ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ട്. ഈ സതീഷ് ജോലിക്ക് പൊക്കെ കഴിയുമ്പോഴേ ഇവിടെ നമ്മളെ വിളിക്കത്തുള്ളൂ. വിളിക്കുന്ന സമയങ്ങളിലൊക്കെ പറയുന്നടി ആളും വെള്ളം മദ്യപിച്ചിട്ട് വന്നിട്ട് എന്നെ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി. അതും കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണ് അവൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഉപദ്രവമല്ല പുള്ളി ചെയ്യുന്നത്. പാത്രമൊക്കെ എടുത്തിട്ട് തലക്കടിക്കുകയും ചവിട്ടുകയും വയറ്റത്തൊക്കെ ഇട്ട് ചവിട്ടിയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അവൾ നമ്മളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ജൂലൈ അവസാനത്തോടുകൂടി എന്തായാലും ഞാൻ വരുവാടി, എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ അത്രയും സഹിച്ചെന്ന് പറഞ്ഞ ഒരാളാണ്. അവൾ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാര്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇതിന് ഈ 12 വർഷമായി തോന്നുന്നു അവളുടെ കല്യാണം കഴിഞ്ഞു. 11 വർഷം. ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവൾ നേരിട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഇവൾ ചെയ്യേണ്ടത് അതൊന്നും ചെയ്യാതെ ഇപ്പൊ ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നു, ഒന്നുകിൽ എന്നെ പേടിപ്പിക്കാൻ കാണിച്ച അബദ്ധം, അല്ലെങ്കിൽ അവർക്ക് എന്തോ പറ്റി, എനിക്കിത് അറിയണം. എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ, എന്നിട്ട് ഞാൻ ചാവത്തുള്ളൂ. എന്റെ കൂടെ ആരുമില്ല. ഇന്നലെ അവര് ഫുഡ് കഴിക്കുകയായിരിക്കും. ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ. അടിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അടിക്കാണെങ്കിൽ അടിച്ചാൽ പോലെ. കത്തി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വെച്ച് ഞാൻ തീരാൻ പോകുന്നില്ല. എനിക്ക് വയ്യ, എനിക്ക് മടുത്തു. എനിക്ക് 100% ഉറപ്പാണ് ആ കുഞ്ഞ് ചെയ്യത്തില്ല. ഒന്നുകിൽ അവൾക്ക് അവളെ എന്തോ അപായപ്പെടുത്തി. അവൾ ഇപ്രാവശ്യം അബോർഷൻ ആക്കിയിട്ട് അവൾ പറഞ്ഞു, ചേട്ടാ ഞാൻ വരുന്നില്ല. ആരോട് എന്ത് പറയണം, എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാം. തുറന്നു നോക്കുമ്പോൾ ഈ ഇത്രയും വീഡിയോസ് വരുന്നത്. 11 വർഷം ഞാൻ പീഡനം ചെയ്തെങ്കിൽ അവർക്ക് പോകാറുന്നല്ലോ, അവർക്ക് എസ്കേപ്പ് ആവാറുന്നല്ലോ. നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കും. ഞാൻ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള എപ്പോഴും. ഇന്നലെ അവിടെ ബർത്ത്ഡേ 30ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. എന്തിനാ കുഞ്ഞ് ഒരിക്കലും ചെയ്യത്തില്ല. എന്തോ സംഭവിച്ചെന്ന് എനിക്കുവാണ്. ഞാൻ വെയിറ്റിംഗ് ആണ്. അവൾ ദേഷ്യം വരുമ്പോൾ അവൾ ഭയങ്കര, അവൾക്ക് അമ്മയ്ക്കും അറിയാം, അച്ഛനും അറിയാം. അവൾ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമുള്ളൂ. അവൾക്ക് കൈ കിട്ടി എടുത്ത് നോക്കുന്നുണ്ടോ, ഇതൊന്നും അല്ല, ഇനിയുണ്ട്.